ജൂൺ 10, 1912 വിലിസ്ക ലോക്കോ. അവിടെ മേരി ബെക്ക് എന്നൊരു സ്ത്രീയുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ എന്നത്തെയും പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അവരുടെ വീടിനടുത്തുള്ള വീട്ടുകാർ രാവിലെയായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. സാധാരണ ആ വീട്ടിലുള്ളവർ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. എന്നാൽ അന്നത്തെ ദിവസം 10 മണിയായിട്ടും അവർ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വേണ്ടി മേരി ആ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ ആ വീടിന്റെ അടുത്തെത്തിയപ്പോൾ വീട്ടിലെ ജനലുകളെല്ലാം വളരെ ഭദ്രമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല എല്ലാ ജനലും കർട്ടൻ ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയാൻ വേണ്ടി മേരി ആ വീടിന്റെ കതകിൽ ചെന്നു മുട്ടി. മേരി ഒരുപാട് നേരം കതകിൽ മുട്ടിയെങ്കിലും അകത്തുനിന്നും ഒരു മറുപടിയും വന്നില്ല. അപ്പോഴാണ് മേരിക്ക് എന്തോ ഒന്ന് തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. ആ വീട്ടിൽ ലോക്കായ കുടുംബത്തിലെ മുതിർന്ന ആളുടെ പേര് ജോസിയർ. അദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട്. അതുകൊണ്ട് തന്നെ മേരി ജോസിയറുടെ സഹോദരനെ ഫോൺ വിളിച്ച് അവിടേക്ക് വരാൻ പറഞ്ഞു. അവിടെ എത്തിയ അദ്ദേഹത്തിന്റെ സഹോദരൻ കതകിൽ ഒരുപാട് നേരം മുട്ടിയെങ്കിലും അകത്തുനിന്നും ഒരു മറുപടിയും വന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തത് മൂലം ആ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉപയോഗിച്ച് കതക് തുറന്നു. കതക് തുറന്ന ഉടനെ തന്നെ മേരി ജോസിയറുടെ സഹോദരനും അകത്തേക്ക് കയറി. അകത്ത് കയറിയ അവർ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും തലയെല്ലാം ചിന്നിച്ചിതറി വളരെ കൊടൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ട ഉടനെ തന്നെ അവർ പോലീസിനെ വിവരമറിയിച്ചു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിലിസ്ക ആക്സ് മർഡേഴ്സ്. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 108 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കൊലപാതകങ്ങൾ ആരാണ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും നിഗൂഢമാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അന്ന് രാത്രി ആ വീട്ടിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആ വീട്ടിലെ മുതിർന്ന ആളുടെ പേര് ജോസിയർ. അദ്ദേഹത്തിന് 43 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാറ. അവർക്ക് 39 വയസ്സുണ്ട്. ഇവർക്ക് മൊത്തം 4 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടിയുടെ പേര് ഹെർമൻ. ആ കുട്ടിക്ക് 13 വയസ്സുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് മേരി. ആ കുട്ടിക്ക് 10 വയസ്സുണ്ട്. മൂന്നാമത്തെ കുട്ടിയുടെ പേര് ആർത്തർ. ആ കുട്ടിക്ക് 7 വയസ്സുണ്ട്. നാലാമത്തെ കുട്ടിയുടെ പേര് പാൾ. ആ കുട്ടിക്ക് 5 വയസ്സുണ്ട്. ജൂൺ 10, 1912 എന്നത്തെയും പോലെ ആ കുടുംബം സാധാരണയായി പോകുന്ന ഒരു പള്ളിയിലേക്ക് പോയി. അന്നത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടി ആ പള്ളിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരും ആ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ആ ഫംഗ്ഷൻ അന്ന് രാത്രി കൃത്യം 9:30 കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന 2 കുട്ടികളെ അവരുടെ വീട്ടിൽ ആ രാത്രി താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൽ ആദ്യത്തെ കുട്ടിയുടെ പേര് ലീന. ആ കുട്ടിക്ക് 12 വയസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഈന. ആ കുട്ടിക്ക് 8 വയസ്സുണ്ടായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിലുള്ള 6 പേരും അവർ കൂട്ടിക്കൊണ്ടുവന്ന 2 കുട്ടികളും ചേർത്ത് 8 പേർ ആ രാത്രി 9:30ക്കും 10 മണിക്കും ഇടയിൽ വീട്ടിലെത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ രാത്രി വീട്ടിലെത്തിയ ആ 8 പേരാണ് വളരെ കൊടൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടന്നത്. അതിഥികളായി വന്ന ആ 2 കുട്ടികളും ഗസ്റ്റ് റൂമിൽ തലക്കടിയേറ്റ് വളരെ കൊടൂരമായി മരണപ്പെട്ട് കിടന്നു. മാത്രമല്ല ആ റൂമിൽ നിന്നും രക്തം പുരണ്ട ഒരു കോടാലിയും ലഭിച്ചു. അങ്ങനെയാണ് ആ കോടാലി ഉപയോഗിച്ചാണ് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും കൊലയാളി അടിച്ചു കൊന്നതെന്ന് മനസ്സിലായത്. അതിൽ കുടുംബത്തിലെ മുതിർന്ന പൗരനായ ജോസിയറെ വളരെ കൊടൂരമായിട്ടാണ് കൊന്നത്. മറ്റുള്ള എല്ലാവരെയും കോടാലി തിരിച്ചു വെച്ച് അടിച്ചാണ് കൊന്നത്. എന്നാൽ ജോസിയറിനെ മാത്രം കോടാലിയുടെ കൂർത്ത ഭാഗം ഉപയോഗിച്ച് ഒരുപാട് തവണ വെട്ടിയിട്ടുണ്ട്. ജോസിയറിന്റെ മുഖത്തിൽ കണ്ണുപോലും കാണാത്ത രീതിയിൽ ഒരുപാട് തവണ വെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബെഡ്റൂമിലെ സീലിംഗിൽ ഒരുപാട് രക്തം തെറിച്ചിട്ടുണ്ട്. കൊലയാളി ജോസിയറിനെ ആദ്യത്തെ തവണ വെട്ടിയിട്ട് കോടാലി മുകളിലേക്ക് ആഞ്ഞു വീണ്ടും വെട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് സീലിംഗിൽ രക്തം തെറിച്ചത്. ഇതിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലായത് കൊലയാളിയുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് ജോസിയർ ആണെന്നാണ്. മാത്രമല്ല ഒരുപാട് വൈരാഗ്യത്തോടെയാണ് ജോസിയറിനെ കൊന്നത്. മരണപ്പെട്ട് കിടന്ന എല്ലാ മൃതദേഹവും ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടുണ്ട്. ആ വീട്ടിലുണ്ടായിരുന്ന ജനലുകളെല്ലാം കർട്ടൻ ഉപയോഗിച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. കർട്ടൻ ഇല്ലാത്ത ജനലുകൾ ബെഡ്ഷീറ്റ് ഉപയോഗിച്ചും മറച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ വീട്ടിലുണ്ടായിരുന്ന കണ്ണാടികളെല്ലാം ബെഡ്ഷീറ്റ് ഉപയോഗിച്ചും മരണപ്പെട്ട വ്യക്തികളുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചും മറച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ആ വീട്ടിൽ വന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെ മുഴുവനും രക്തം ചിതറിക്കിടക്കുകയായിരുന്നു. ചിതറിക്കിടന്ന രക്തം പരിശോധിച്ച് നോക്കിയപ്പോൾ തലേന്ന് രാത്രി പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയത്താണ് കൊല നടന്നതെന്ന് മനസ്സിലായി. ഇതിൽ ആ 2 പെൺകുട്ടികളിലെ ലീന എന്ന പെൺകുട്ടി കൊല നടന്നപ്പോൾ ശക്തമായി എതിർത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതിൽ നിന്നും ഡോക്ടർമാർക്ക് മനസ്സിലായത് ലീന എന്ന പെൺകുട്ടി അവസാന നിമിഷങ്ങളിൽ കൊലയാളിയുടെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അതുമാത്രമല്ല കോടാലിയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്ന രക്തക്കറകൾ ആരോ തുടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ചെയ്യാൻ അയാൾക്ക് സാധിച്ചില്ല. അതുമാത്രമല്ല കൊല ചെയ്യാൻ വേണ്ടി കൊലയാളി ഉപയോഗിച്ച കോടാലി ആ
വീട്ടിലുണ്ടായിരുന്ന ജോസിയറുടെ കോടാലി തന്നെയാണ്. കൊല നടന്ന വീട്ടിൽ നിന്നും ഒരു കീ ചെയിൻ ലഭിച്ചു. എന്നാൽ ആ കീ ചെയിൻ ആ വീട്ടിലുള്ള ആരുടെയും അല്ലായിരുന്നു. ബെഡിന് താഴെ ഉണ്ടായിരുന്ന ഹൊറൈസൈൻ ലാമ്പ് ആരോ കത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഇനിയും ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെന്തെന്നാൽ അടുക്കളയിൽ ഉണ്ടായിരുന്ന വാട്ടർ ബൗളിൽ രക്തം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതുമാത്രമല്ല, ആ വീടിന്റെ മച്ചിന്റെ ഭാഗത്തായിട്ട് 2 സിഗരറ്റ് കുറ്റികളും ലഭിച്ചു. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ആ വീട്ടിലുണ്ടായിരുന്ന ആരും സിഗരറ്റ് വലിക്കാറില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് കൊലയാളി ഉപയോഗിച്ചത് തന്നെയായിരിക്കും. കൊല നടന്ന വീട്ടിൽ പരിചയമില്ലാത്ത ആരുടെയും ഫിംഗർ പ്രിന്റുകൾ ലഭിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൊലയാളി കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാവും. 108 വർഷം മുമ്പായതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് DNA ടെക്നോളജി അത്രയ്ക്ക് അഡ്വാൻസ് അല്ലാത്തതുകൊണ്ട് ആ സിഗരറ്റ് കുറ്റികൾ ആര് വലിച്ചതാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലേറ്റിൽ മുഴുവനും ഭക്ഷണം ഇരിപ്പുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്തെന്നാൽ ആ ഭക്ഷണം ആ വീട്ടിലുണ്ടായിരുന്ന ആരും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ കൊലയാളിയായിരിക്കും ആ ഭക്ഷണം പാകം ചെയ്തതെന്ന് പോലീസ് കരുതി. ഈ കാര്യങ്ങളിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലായത് അവർ പള്ളിയിലേക്ക് പോയതിനു ശേഷമാണ് കൊലയാളി ആ വീട്ടിൽ പ്രവേശിച്ചത്. അതിനുശേഷം മച്ചിന്റെ ഭാഗത്ത് ഒരുപാട് നേരം കാത്തിരുന്നു. ശേഷം വീട്ടിലുണ്ടായിരുന്നവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതിനു ശേഷമാണ് കൊലയാളി അവരെ കൊന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുപാട് പേരെ സംശയിച്ചു. അതിൽ പ്രധാനമായ 6 പേരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് സനാറ്റ ഫ്രാങ്ക്. കൊല ചെയ്യപ്പെട്ട ജോസിയർ ഒരു കാലത്ത് സനാറ്റയുടെ കടയിലാണ് ജോലി ചെയ്തത്. അതിനുശേഷം ജോസിയർ ആ ജോലി മതിയാക്കിയതിനു ശേഷം സ്വന്തമായി ഒരു കട തുടങ്ങി. ജോസിയർ ഇങ്ങനെ കട തുടങ്ങിയത് മൂലം സനാറ്റയുടെ കടയിലെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒരുപാട് ബാധിച്ചു. അതുകൊണ്ട് തന്നെ സനാറ്റയ്ക്ക് ജോസിയറിനോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സനാറ്റ വില്യം ബ്ലാക്ക് എന്നൊരാളെ ഉപയോഗിച്ച് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞതാണെന്ന് ആ പ്രദേശത്തുള്ള എല്ലാവരും വിശ്വസിച്ചു. രണ്ടാമത്തെ സസ്പെക്ട് സനാറ്റ ഒരാളെ ഉപയോഗിച്ച് കൊന്നുകളഞ്ഞതാണെന്ന് തുടക്കം പറഞ്ഞല്ലോ. അതിൽ പറയുന്ന വില്യം ബ്ലാക്ക്. ഒരു പക്ഷേ സനാറ്റയായിരിക്കും അവരെ കൊന്നത്. എന്നാൽ വില്യം ബ്ലാക്കിനെ ഉപയോഗിച്ചാണ് കൊന്നതെന്ന് ആ പ്രദേശത്തുള്ളവർ വിശ്വസിക്കാൻ കാരണം ഈ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ രീതിയിലുള്ള പല കൊലകളും വില്യം ബ്ലാക്ക് എന്ന ആൾ ചെയ്തു. അതിൽ വില്യം ബ്ലാക്കിന്റെ ഭാര്യയെയും ഭാര്യയുടെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ അയാളുടെ കുട്ടിയെയും ചേർത്ത് ഇതേ പാറ്റേണിൽ കോടാലി മൂലം കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ വില്യം ബ്ലാക്കും ഈ കേസിലെ പ്രധാനമായ ഒരു സസ്പെക്ട് ആണ്. അതോടൊപ്പം തന്നെ കാൻസസിൽ ഇതേപോലുള്ള ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു, അതും കോടാലി ഉപയോഗിച്ച്. അതിൽ പ്രധാനമായ സസ്പെക്ട് വില്യം ബ്ലാക്ക് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതേ പാറ്റേണിലുള്ള 3-4 കൊലപാതകങ്ങൾ നടന്നിരുന്നു. അതുപോലെ തന്നെ കൊല നടന്ന എല്ലായിടത്തും ജനലുകളും കണ്ണാടികളും കർട്ടൻ ഉപയോഗിച്ചും ബെഡ്ഷീറ്റ് ഉപയോഗിച്ചും കൊല ചെയ്യപ്പെട്ടവരുടെ വസ്ത്രം ഉപയോഗിച്ചും മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് വില്യം ബ്ലാക്ക് ആയിരിക്കുമെന്നാണ്. ഒരുപക്ഷെ വില്യം അല്ല ഈ കൊലപാതകം ചെയ്തതെങ്കിൽ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഒരാൾ തന്നെയായിരിക്കും. മൂന്നാമത്തെ സസ്പെക്ട് ജോൺ കെല്ലി. ജോസിയറും കുടുംബവും പോയ അതേ പള്ളിയിലായിരുന്നു ജോൺ കെല്ലിയും അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇയാളെ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ ചെറുപ്പം മുതൽ മെന്റലി അൺസ്റ്റേബിൾ ആയിരുന്നു. ഇയാളുടെ ചെറുപ്പകാലത്ത് ഇയാൾ ഒരുപാട് മോശപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായി പെൺകുട്ടികളുടെ വസ്ത്രമഴിച്ച് ഫോട്ടോ എടുക്കുക എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇയാളെ സംശയിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ജോസിയറും കുടുംബവും കൊല്ലപ്പെട്ടതിനു ശേഷം ഇയാൾ ആ പ്രദേശം വിട്ട് വേറൊരു പ്രദേശത്തേക്ക് പോയിരുന്നു. അങ്ങനെ ഒളിവിൽ പോവുക മാത്രമല്ല അയാൾ ചെയ്തത്. അവിടെ എത്തിയതിനു ശേഷം ഈ കേസിന്റെ ഓരോ കാര്യങ്ങൾ കത്തുവഴി സ്വയം അറിഞ്ഞു. അതിനുവേണ്ടി എല്ലാ ദിവസവും അയാൾ കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല, ഈ കേസിനെ കുറിച്ച് ഇയാൾക്ക് എന്താണ് ഇത്ര ആവലാതി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പോലീസ് തിരിച്ചൊരു കത്തുകൂടി ഇയാൾക്ക് എഴുതിയിരുന്നു. ആ കത്തിൽ പ്രധാനമായി എഴുതിയിരുന്നത്, താങ്കൾക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയൂ എന്നാണ്. അതിന് മറുപടിയായി ജോൺ പറഞ്ഞത്, ആ കൊലപാതകം നടന്ന സമയത്ത് ഞാൻ ആ വീടിന്റെ വാതിൽക്കൽ കൂടി പോയിരുന്നു. ആ സമയത്ത് അകത്തുനിന്നും ഒരുപാട് പേര് അലറി വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. ശേഷം ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കാതെ പോലീസ് തള്ളിക്കളഞ്ഞു. 1914 ആ സമയത്ത് ഒരു പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ചെന്നു. അതുമൂലം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം ഇയാളെ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 1917 ഈ കൊലപാതകങ്ങളെല്ലാം ഒരു നോർമലായിട്ടുള്ള ആൾ ചെയ്തതായിരിക്കില്ല. ഒരുപക്ഷെ മാനസിക പ്രശ്നമുള്ള ആരോ ചെയ്തതായിരിക്കാം. ആ കാരണം മൂലം ജോൺ കെല്ലിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. ശേഷം ഒരുപാട് നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ആ കൊലകളെല്ലാം ഞാനാണ് ചെയ്തതെന്ന് ജോൺ കെല്ലി സമ്മതിച്ചു. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഈ കൊലപാതകങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ജോൺ വീണ്ടും പറഞ്ഞു. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ മാറി മാറി ജോൺ കെല്ലി പറഞ്ഞുകൊണ്ടേയിരുന്നു. ശേഷം യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളും ജോൺ കെല്ലി പറഞ്ഞ സംഭവങ്ങളും ചേർത്ത് പോലീസ് ആലോചിച്ചപ്പോൾ ഇയാൾ പറയുന്നതിൽ ഒരു കാര്യവും സത്യമല്ലെന്ന് മനസ്സിലായ പോലീസുകാർ ജഡ്ജ്മെന്റ് കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടു. നാലാമത്തെ സസ്പെക്ട് ഹെൻറി ലീ. ഇയാളെ സംശയിക്കാൻ കാരണം ഇയാൾ ഒരു സീരിയൽ കില്ലറാണ്. മാത്രമല്ല, ജോസിയറും കുടുംബവും കൊല ചെയ്യപ്പെട്ട കോടാലി ഉപയോഗിച്ച് ഒരുപാട് കൊലകൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ ജോസിയറുടെ കുടുംബവും ഇയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ഇയാൾക്കെതിരായിട്ടുള്ള ഒരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾക്കും ആ കൊലപാതകങ്ങൾക്കും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം എന്തെന്നാൽ ആ കോടാലി മാത്രമാണ്.
ആണ്. ജെ ബൂറിഷ് എന്നൊരാളുണ്ട്. ഇദ്ദേഹം ഒക്ലഹോമയുടെ ചർച്ച് പാസ്റ്ററാണ്. 19 മാർച്ച് 1917 പാപം ചെയ്തെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തി ഈ പാസ്റ്ററിന്റെ അടുത്ത് കുമ്പസാരിക്കണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ജെ ബൂറിഷ് അവിടെ എത്തി. അവിടെ മരണക്കിടക്കയിൽ കിടന്ന ഒരു വ്യക്തി, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, പ്രധാനമായും ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അതിൽ പ്രധാനമായും വിലിസ്കലോക്കയിലെ ഒരു വീട്ടിലെ കുടുംബത്തെ മുഴുവൻ ഞാൻ കൊന്നുകളഞ്ഞു എന്നും പറഞ്ഞു. എന്നാൽ അവിടുത്തെ ഏത് കുടുംബമാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽസും ലഭിച്ചില്ല. മാത്രമല്ല ആ പാസ്റ്റർ അയാളുടെ പേരും മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ കാര്യവും ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. ആറാമത്തെ സസ്പെക്ട് ജിയോ റീൽസ്. ഇയാൾ ഈ കൊലപാതകം നടക്കുന്നതിന് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ആ പ്രദേശത്തെത്തിയത്. അതിനുശേഷം ജോസിയറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചു മനസ്സിലാക്കി. അതുമാത്രമല്ല, ഒരു ദിവസം ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഷൂസിൽ ഒരുപാട് രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഒരുപാട് പേരാണ് ഈ കൊലപാതകങ്ങളെല്ലാം ഞാനാണ് ചെയ്തെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വന്നത്. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് വന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളും ഈ കൊലപാതകം നടന്ന കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതിനാൽ ഈ കേസിൽ ആരെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ സംഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ കൊലപാതകം ഒരു പ്രീ പ്ലാനഡ് ആണ്. മാത്രമല്ല കൊലയാളി ജോസിയറുടെ കുടുംബവുമായി വളരെ ബന്ധമുള്ള ഒരാൾ തന്നെയാണ്. ഒരു പക്ഷേ അത് തുടക്കം പറഞ്ഞ സനാറ്ററി ആയിരിക്കാം. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.